ഫ്രണ്ട്സ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റേൺ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ കുറച്ച് വേക്കൻസികളാണ്. സോ വന്നിരിക്കുന്ന പോസ്റ്റ് നോക്കാം. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ്. സോ 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനറലാണ്, 37 വയസ്സുള്ളവർക്ക് അപ്ലൈ. സോ ഇനി വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബി ഓർ ബി ടെക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ബി എസ് സി ഉണ്ടായിരിക്കണം. ഏതൊക്കെ ഫീൽഡാന്ന് പറഞ്ഞാൽ എനി ഫീൽഡ്, ബി ഓർ ബി ടെക് അല്ലെങ്കിൽ ബി എസ് സി എഞ്ചിനീയറിംഗ്, ഏതൊരു ഫീൽഡ് പഠിച്ചവർക്കും ഇതിലേക്ക് അപ്ലൈ ആവുന്നതാണ്. ഈ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് നിങ്ങൾക്ക് അവിടെ വേണ്ടത് SAP സർട്ടിഫിക്കേഷൻ ഇൻ HCM മോഡ്യൂൾ, അല്ലെങ്കിൽ SAP സർട്ടിഫൈഡ് ഇൻ ആപ്ലിക്കേഷൻ അസോസിയേറ്റ്. ഈ പറഞ്ഞിരിക്കുന്ന SAP സക്സസ് ഫാക്ടേഴ്സ് എംപ്ലോയി സെൻട്രൽ, ഇതൊക്കെ മാൻഡേറ്ററി ആയിട്ടുള്ള സർട്ടിഫിക്കേഷനാണ്. ഈ സർട്ടിഫിക്കേഷനും ഈ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ആവുന്നതാണ്. സോ നിങ്ങൾ അതോടൊപ്പം തന്നെ 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. സോ അഡീഷണൽ ക്വാളിഫിക്കേഷൻ MBA PG ഡിപ്ലോമ ഉള്ളവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ്. പക്ഷേ 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, മാൻഡേറ്ററി ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസിനും ഉണ്ടായിരിക്കണം. ഓർത്തിരിക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന സാലറി 1,66,000 ആണ് പെർ മന്ത് കിട്ടുന്ന സാലറി. സോ നിങ്ങൾ ലൊക്കേഷൻ വരുന്നത് ഷിലോങ് ആയിരിക്കും. അല്ലാതെ പ്രോജക്റ്റ് നീപ്കോയുടെ എവിടെയൊക്കെ പ്രോജക്റ്റ് ഉണ്ടോ അവിടെയൊക്കെ നിങ്ങളെ അവർ അസോസിയേറ്റ് ചെയ്യിപ്പിക്കുമെന്നും പറയുന്നുണ്ട്. രണ്ടാമത് വിളിച്ചിരിക്കുന്ന എക്സിക്യൂട്ടീവ് HR കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 37 വയസ്സിലുള്ളവർക്ക് അപ്ലൈ. ഇവിടെ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് PG ഡിഗ്രിയാണ്, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ജേർണലിസം 2 വർഷത്തെ ഫുൾ ടൈം കോഴ്സായിട്ട് എടുത്ത് അതോടൊപ്പം തന്നെ 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫീൽഡിൽ നിന്നും പറയുന്നുണ്ട്. സോ ഇവിടെ കിട്ടുന്ന നിങ്ങൾക്ക് സാലറി 1,66,000 ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. ബാക്കിയുള്ള HR അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. പിന്നീട് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് സിവിലാണ്. 3 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 37 വയസ്സുള്ളവർക്ക് അപ്ലൈ. സോ ഇവിടെ വേണ്ട ക്വാളിഫിക്കേഷന് ബി ഓർ ബി ടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത്. 7 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന സാലറി 1,66,000 ആണ്. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എക്സിക്യൂട്ടീവ് സിവിലാണ്. 3 വേക്കൻസി വന്നിട്ടുണ്ട്. 34 വയസ്സുള്ളവർക്ക് അപ്ലൈ. ഇവിടെയും ബി ഓർ ബി ടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത്. 4 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഹൈഡ്രോ പ്രോജക്റ്റ് അതുപോലെ തന്നെ PSPയിലൊക്കെ. പ്രിഫറൻസ് ഫോർ കാൻഡിഡേറ്റ് വിത്ത് എക്സ്പീരിയൻസ് ഈ പറഞ്ഞിരിക്കുന്നതിൽ പ്രിഫറൻസ് കൊടുക്കുന്നു ഓർത്തിരിക്കാം. കിട്ടുന്ന സാലറി 1,45,000 ആയിരിക്കും. നെക്സ്റ്റ് വന്ന പോസ്റ്റ് എക്സിക്യൂട്ടീവ് സിവിലാണ്. 3 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 30 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ആവുന്നതാണ്. സോ ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം ബി ഓർ ബി ടെക് ഇൻ സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ 1 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാൽ മതി. ഇനി ഡിപ്ലോമ എടുത്തവർക്കാണെങ്കിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സാലറി 71,000 ആയിരിക്കും പെർ മന്ത് കിട്ടുന്ന സാലറി എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വന്നിരിക്കുന്ന എക്സിക്യൂട്ടീവ് സെക്യൂരിറ്റിയാണ്. 4 വേക്കൻസി, 34 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ ഏതൊരു ഒരു ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ 9 വർഷത്തെ ആംഡ് ഫോഴ്സസ് റാങ്ക് ഓഫ് ക്യാപ്റ്റൻ, മേജർ, ലഫ്റ്റനന്റ് കേണലായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം. സോ ഈ പറഞ്ഞിരിക്കുന്നത് നിങ്ങളിപ്പോൾ റിട്ടയർഡ് ചെയ്തവരൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 9 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ആവുന്നതാണ്. സോ 1,40,000 ആയിരിക്കും കിട്ടുന്ന സാലറി. നെക്സ്റ്റ് വന്നിരിക്കുന്ന എക്സിക്യൂട്ടീവ് ലോ ആണ്. 1 വേക്കൻസി, 34 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ബാച്ചിലർ ഡിഗ്രി ഇൻ ലോ ആണ് പറയുന്നത്, അല്ലെങ്കിൽ LLB ഓർ ഇക്വലൻ്റ് ആണ് പറയുന്നത്. അതോടൊപ്പം തന്നെ 6 വർഷത്തെ കോർട്ട് ലോയിൽ പ്രാക്ടീസ് ആയിട്ടുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ആവുന്നതാണ്. 9 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ആവുന്നതാണ്. ഇനി കിട്ടുന്ന സാലറി 1,40,000 ആയിരിക്കും. നെക്സ്റ്റ് വന്നിരിക്കുന്ന പോസ്റ്റ് എക്സിക്യൂട്ടീവ് സേഫ്റ്റിയാണ്. 2 വേക്കൻസി, 34 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ആവുന്നതാണ്. ക്വാളിഫിക്കേഷൻ പറയുന്നത് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആണ് പറയപ്പെടുന്നത്. ഇവിടെ വേണ്ടത് 4 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ആയിരിക്കണമെന്ന് ഓർത്തിരിക്കാം. പിന്നീട് ഇവിടെ പറയുന്ന സാലറി 1,40,000 ആയിരിക്കും. നെക്സ്റ്റ് വന്നിരിക്കുന്ന പോസ്റ്റ് നോക്കാം. എക്സിക്യൂട്ടീവ് ഫിനാൻസ് ആണ്. 6 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 34 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ. ഇവിടെ വേണ്ടത് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടത് CA അല്ലെങ്കിൽ CMA അല്ലെങ്കിൽ MBA എടുത്തിരിക്കണം. ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ പറയുന്നുണ്ട്. ഫിനാൻസ് അറ്റ്ലീസ്റ്റ് 2 വർഷത്തെ ആയിരിക്കണം എന്നും പറയുന്നുണ്ട്. മിനിമം 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കിട്ടുന്ന സാലറി 1,40,000 ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന പോസ്റ്റ് ഫിനാൻസ് ആണ്. എക്സിക്യൂട്ടീവ് 6 വേക്കൻസി, 30 വയസ്സുള്ളവരൊക്കെ അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. സോ ഇവിടെ വേണ്ട ക്വാളിഫിക്കേഷനും ഗ്രാജുവേറ്റ് ആയിരിക്കണം. അതോടൊപ്പം CA CMA അല്ലെങ്കിൽ MBA എടുത്തിരിക്കണം. ഫിനാൻസിലായിരിക്കണം നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ. 2 വർഷത്തെ കോഴ്സ് ആയിരിക്കണം. 900 വരുന്നത് 19,000 ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന സാലറി എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വന്നിരിക്കുന്ന പോസ്റ്റ് എക്സിക്യൂട്ടീവ് മെഡിക്കലാണ്. 5 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. മാക്സിമം ഏജ് ലിമിറ്റ് 31 വയസ്സ് വരെയാണ് അപ്ലൈ. ക്വാളിഫിക്കേഷൻ MBBS ആണ്. പ്രിഫർലി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി or ഡിപ്ലോമ ഇൻ വൺ ഏരിയാസ് ഓഫ് മെഡിക്കൽ സയൻസ് പ്ലസ് രജിസ്റ്റേർഡ് വിത്ത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ എന്നും പറയുന്നുണ്ട്. എക്സ്പീരിയൻസ് ആയിരിക്കണം. 1 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ലാർജ് ഇൻഡസ്ട്രിയിൽ. നിങ്ങൾക്ക് കിട്ടുന്ന സാലറി 1,30,000 ആണെന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് വന്നിരിക്കുന്ന പോസ്റ്റ് എക്സിക്യൂട്ടീവ് HR ആണ്. HR 2 വേക്കൻസി, 30 വയസ്സുള്ളവർക്ക് അപ്ലൈ. മാസ്റ്റർ ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, ഡെവലപ്മെൻറ്റ് പ്രാക്ടീസ് ആയിരിക്കണം. ഇതിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തവർക്ക് അപ്ലൈ. പ്രിഫറബിൾ എക്സ്പീരിയൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കിയാൽ മതി. ദെൻ ഇവിടെ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 90,000 ആണെന്ന് ഓർത്തിരിക്കാം.
നെക്സ്റ്റ് ഇത്രയാണ് വേക്കൻസിയാണ് ഇവിടെ നിലവിൽ വന്നിരിക്കുന്നത്. സോ 18 വയസ്സിന് എബോവ് ഉള്ള ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. അത് ബേസിസിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മറ്റുള്ള കാസ്റ്റിന് അതിൻ്റെ ഏജ് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ അപ്ലൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൺലൈൻ ത്രൂ ആണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. nipco.co. എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ആണ് അപ്ലൈ ചെയ്യുന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അവിടെ നിന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഇവിടെ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ജനറൽ EWS OBC കാൻഡിഡേറ്റിന് 500 രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. നോൺ റീഫണ്ടബിൾ ആയിരിക്കും. SC ST PW ESM കാറ്റഗറി അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റിനൊന്നും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ലെന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ വരുന്നത് ഫീ പേയ്മെൻറ്റ് മേ പ്ലീസ് ത്രൂ ദ SBI എന്നും പറയുന്നുണ്ട്. സോ ഇതാണ് മെയിൻലി പറയുന്നത്. ഇതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കുക. 10ാം ക്ലാസ്സിൻ്റെ അതുപോലെ നിങ്ങളുടെ ഏതാണോ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മാർക്ക് ഷീറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഏതാണോ ആധാർ ആണെങ്കിൽ ആധാർ, പാൻ കാർഡ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യണം. സോ ഇതൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് നോക്കാം. ഇനി ഇതിനകത്ത് മെയിനായിട്ട് കാര്യം പറയുന്നത് ക്ലോസിംഗ് ഡേറ്റ് 13/7/2026 കേട്ടോ. സോ അതിന് മുമ്പ് അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതാണ് പുതിയൊരു വേക്കൻസി വന്നിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റേൺ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്ലൈ ചെയ്യാൻ പറ്റുന്ന